ആസ്ട്രോ ഹീലിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇതിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഗൈഡൻസ് നിങ്ങളിലേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ എന്നത്തെയും പോലെ ഒരു ദിവസം നിങ്ങൾ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളത് നേടിയെടുത്തു എന്നുള്ളത്. അതായത് നിങ്ങൾ ഒരിക്കൽ പ്രാർത്ഥിച്ച ആ ഒരു ജീവിതം നിങ്ങളുടെ മുൻപിൽ യാഥാർത്ഥ്യമായി എന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഒരു സമയത്ത് നിങ്ങളെ തകർത്ത് കളഞ്ഞേക്കാം എന്ന് നിങ്ങളെ തോന്നിപ്പിച്ച ചില കാര്യങ്ങൾ ഒരു ദിവസം അത് നിങ്ങളുടെ സാക്ഷിയായി മാറുന്നത് നിങ്ങളുടെ കൺമുൻപിൽ നിങ്ങൾ കാണാൻ പോകുന്നു. അതുപോലെ നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കാതെ നിങ്ങളുടെ കൂടെ കൊണ്ടു നടന്ന ചില സ്വപ്നങ്ങൾ, ചില ആഗ്രഹങ്ങൾ, അവയൊക്കെ എന്തിനായിരുന്നു ഉപേക്ഷിക്കാതെ കൂടെ കൊണ്ടു നടന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. അവയെല്ലാം നിങ്ങളുടെ ജീവിതയാത്രയുടെ ഭാഗമായിരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയും. നിങ്ങൾ ഒരിക്കൽ സ്വപ്നം മാത്രം കണ്ടിരുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് ഇന്ന് നിങ്ങൾ കടക്കുകയാണ്. ആ ഒരു എനർജിയിൽ നിങ്ങൾ നിൽക്കുക, ആ ഒരു എനർജിയെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. മറ്റാരും വിശ്വസിക്കുന്നതിന് മുൻപേ തന്നെ ഓരോ വലിയ സ്വപ്നവും നിങ്ങളുടെ ഹൃദയത്തിൽ നിശബ്ദമായിട്ട് ആഗ്രഹിച്ചിരുന്നതായിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു സമയത്ത് നിങ്ങളുടെ ഈ ഒരു സ്വപ്നം നിങ്ങളുടെ ഹൃദയത്തിൽ മാത്രമായിരുന്നു ജീവിച്ചിരുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരുന്ന ആ ഒരു കാര്യം പല ആൾക്കാർക്കും മനസ്സിലാക്കാനോ കാണാനോ ഒന്നും സാധിച്ചിരുന്നില്ല. അവർ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ പോലും ചോദ്യം ചെയ്തിരുന്നു. നിങ്ങളുടെ പോക്ക് ശരിയാണോ എന്ന് പോലും മറ്റുള്ളവർ സംശയിച്ച സമയങ്ങളുണ്ടായിരുന്നു. ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടും നിങ്ങൾ ആ ഒരു നിങ്ങളുടെ സ്വപ്നം കണ്ട ആ ഒരു ഭാവിയെ മുറുകെ പിടിക്കാനാണ് നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു പ്രത്യാശ നിങ്ങളെ പ്രേരിപ്പിച്ചത്. ആ ഒരു യാത്ര അത്ര എളുപ്പമായിരുന്നില്ല, അത്ര എളുപ്പമുള്ളതായിരുന്നില്ല. കല്ലുകളും മുള്ളുകളും ഒക്കെ നിറഞ്ഞതായിരുന്നു. പല സമയത്തും നിങ്ങളുടെ ക്ഷമയെ പോലും പരീക്ഷിച്ച അവസരങ്ങളുണ്ടായിരുന്നു. നിങ്ങളുടെ ആത്മവിശ്വാസത്തെ പോലും തകർത്ത സാഹചര്യങ്ങളും വ്യക്തികളും നിങ്ങളുടെ ചുറ്റുമുണ്ടായിരുന്നു. നിരാശ പലപ്പോഴും നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ചോദ്യം ചെയ്തിരുന്നു. എൻ്റെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ അതിരു കടന്നു എന്ന് പോലും പല വ്യക്തികളുടെ വാക്ക് കേട്ടും പല വ്യക്തികളുടെ കുറ്റപ്പെടുത്തൽ കേട്ടും നിങ്ങളെ തന്നെ സ്വയം സംശയിച്ചു. അതായത് ഞാൻ ഒരുപാടൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ, ഈ രീതിയിലൊക്കെ ഞാൻ ചെയ്തത് തെറ്റാണോ, എനിക്കാണോ എന്തെങ്കിലും പ്രശ്നം, ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾ പലപ്പോഴും നിങ്ങളെ തന്നെ സെൽഫ് ഡൗട്ട് ചെയ്തിരുന്നതായിട്ട് കാണാം. ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കുമോ എന്നുള്ള ഒരു സംശയം പോലും നിങ്ങളിലുണ്ടായിരുന്നു. നിങ്ങൾ പലതവണ നിങ്ങളോട് ഇത് നടക്കുമോ എന്നൊക്കെ ചോദിച്ചതായിട്ട് കാണുന്നുണ്ട്. എങ്കിലും നിങ്ങൾ പ്രതീക്ഷ കൈവിടാതെ നിങ്ങളുടെ മാക്സിമം, നിങ്ങളാൽ കഴിയുന്ന മാക്സിമം നിങ്ങൾ ശ്രമിച്ചു കൊണ്ടേയിരുന്നു. നിങ്ങളുടെ കഴിവ് മാത്രമല്ല നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കിയത്, അത് നിങ്ങളുടെ വിശ്വാസമാണ്. വിജയിക്കുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത പല സമയങ്ങളുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് പോലും നിങ്ങൾ ഡിവൈനിൽ വെച്ചിരുന്ന ആ ഒരു വിശ്വാസം, അല്ലെങ്കിൽ നിങ്ങളിൽ വെച്ചിരുന്ന ആ ഒരു വിശ്വാസം, അത് തന്നെയാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം പലരും, നിങ്ങളുടെ ചുറ്റും നിന്ന പലരും നിങ്ങൾ നേരിട്ട അതേ പ്രതിസന്ധികൾ നേരിട്ട ഒരുപാട് വ്യക്തികളെ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. ഇതുപോലെ ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നുപോയ വ്യക്തികൾ, അവരൊക്കെ തളർന്നു പോവുകയും ആ ഒരു പദ്ധതികളും ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ ആ ഒരു ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും എല്ലാം താൽക്കാലികം മാത്രമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിവുണ്ടായിരുന്നില്ല. കാരണം അവർക്ക് ഡിവൈനിലുണ്ടായിരുന്ന വിശ്വാസം അത് അത്രയേ ആയിരുന്നുള്ളൂ. നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങളിലും ലക്ഷ്യങ്ങളിലുമൊക്കെ വളരെയധികം കമ്മിറ്റഡ് ആയിരുന്നു. നിങ്ങൾ പല പാഠങ്ങളും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ അതിൽ നിന്നും കിട്ടിയ പാഠങ്ങൾ, അതിൽ നിന്നുമുള്ളതെല്ലാം ഉൾക്കൊണ്ട് നിങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്താനാണ് നിങ്ങൾ ശ്രമിച്ചത്. നിങ്ങളിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നികത്താനാണ് നിങ്ങൾ ശ്രമിച്ചത്. പ്രതിസന്ധികൾ എത്ര വലുതായാലും അവ നിങ്ങളുടെ ഭാവിയെ തീരുമാനിക്കാനായിട്ട് നിങ്ങൾ അനുവദിച്ചില്ല. നിങ്ങളെ നോക്കി മറ്റുള്ളവരെ കളിയാക്കി ചിരിച്ച ഒരുപാട് സമയങ്ങളുണ്ടായിരുന്നു. അതുപോലെ ചിലർക്ക് നിങ്ങളുടെ ചിന്തകളെ, ലക്ഷ്യങ്ങളെ, സ്വപ്നങ്ങളെ ഒന്നും തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ ഈ വ്യക്തികളൊക്കെ നിങ്ങളുടെ കൂടെ നിന്ന വ്യക്തികളാകാം. എന്നാൽ ഇവർക്കിതൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. മറ്റു ചിലർ നിങ്ങളുടെ തീരുമാനങ്ങളെയൊക്കെയും വില കുറച്ച് കണ്ടതായിട്ട് കാണാം.
അവയൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ കളിയാക്കിയിട്ടുണ്ടാകാം. എന്നാൽ അവരുടെ വാക്കുകളൊന്നും തന്നെ നിങ്ങളെ തളർത്താൻ നിങ്ങൾ അനുവദിച്ചില്ല. ചില സമയങ്ങളിൽ നിങ്ങൾ ഡൗൺ ആയി പോയെങ്കിലും നിങ്ങൾ അതിൽ നിന്നും നിങ്ങളുടെ ലക്ഷ്യങ്ങളെ ഓർത്ത് നിങ്ങൾ കരകയറി വന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ പിന്നീട് അവരോടൊന്നും പറയാൻ പോകാതെ നിശബ്ദമായിട്ടായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത്. ആരോടും ഒന്നും പറയാതെ നിങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്കായിട്ട് സംസാരിക്കട്ടെ എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവണം. ശരിക്കും അത് ഉച്ചത്തിൽ നിങ്ങൾക്കായിട്ട് സംസാരിക്കാനും പോവുകയാണ്. പതിയെ പതിയെ എല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരാൻ പോകുന്നതായിട്ട് ഇവിടെ കാണാം. നിങ്ങളുടെ മുൻപിൽ വരുന്ന ചെറിയ ചെറിയ വിജയങ്ങളാകാം അത് നിങ്ങൾക്ക് വലിയ വലിയ അവസരങ്ങൾ കൊണ്ടുതരുമെന്ന് കാണുന്നുണ്ട്. ഒരിക്കൽ നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ആ ഒരു ആത്മവിശ്വാസം ഇന്ന് നിങ്ങളുടെ ഭാഗമായിട്ട് മാറുകയാണ്. നിങ്ങൾക്ക് നേരിടേണ്ടി വന്നതായ ഓരോ ബുദ്ധിമുട്ടുകളും നിങ്ങളെ വിലപ്പെട്ട ഓരോ കാര്യങ്ങളാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നും തന്നെ നിങ്ങൾക്ക് ലോസ് അല്ല, നഷ്ടമല്ല. നിങ്ങളുടെ സമയങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോയ വ്യക്തികളായിക്കോട്ടെ, ആരും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട അവസരങ്ങളായിക്കോട്ടെ, ഒന്നും തന്നെ നഷ്ടമല്ല. അവയെല്ലാം തന്നെ നിങ്ങൾക്ക് ഓരോ പാഠങ്ങളാണ് പഠിപ്പിച്ചത്. നിങ്ങളുടെ ഓരോ വീഴ്ചയും അല്ലെങ്കിൽ വീഴ്ചയ്ക്ക് കാരണമായ വ്യക്തികളും നിങ്ങളെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ പ്രാപ്തരാക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ സാഹചര്യങ്ങളോടും ആ വ്യക്തികളോടും നിങ്ങൾ നന്ദി പറയുകയാണ് വേണ്ടത്. കാരണം ഇന്ന് നിങ്ങൾ എത്തിയിരിക്കുന്ന ആ ഒരു സ്ഥലത്തെത്താൻ ഈ വീഴ്ചകളെല്ലാം സഹായിക്കുകയാണ് ചെയ്തത്. നമ്മുടെ കൂടെ നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് നിൽക്കുന്ന വ്യക്തി, എന്നാൽ നമ്മുടെ പിറകെ തിരിഞ്ഞിരുന്ന് നമ്മളെ കുറ്റം പറയുന്ന ഒരു വ്യക്തി നമ്മുടെ കൂടെ എത്ര കാലം ഉണ്ടായാലും നമുക്കൊരു ഗുണവും ഇല്ല. എന്നാൽ ആ ഒരു വ്യക്തി നമ്മുടെ അടുത്തു നിന്ന് പോയാൽ നമുക്ക് ലാഭം മാത്രമേ ഉള്ളൂ. കാരണം ആ ഒരു വ്യക്തി ആത്മാർത്ഥതയുള്ളതോ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നതോ ആയിട്ടുള്ളൊരു വ്യക്തി അല്ല. അതുകൊണ്ട് തന്നെ അതൊരു നഷ്ടമല്ല. ഇനിയും ഇങ്ങനെയുള്ള വ്യക്തികളെ വിശ്വസിക്കരുത് എന്നുള്ളൊരു പാഠം നമ്മൾ അവിടെ നിന്ന് പഠിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇതൊന്നും തന്നെ ഒരു നഷ്ടമല്ല. അത് ഒരു അവസരമായാലും ഒരു വ്യക്തി ആയാലും എന്തു തന്നെ ആയാലും അങ്ങനെയുള്ള ഒന്നും തന്നെ ഒരു നഷ്ടമായിട്ട് നിങ്ങൾ കാണേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മൾ ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ഒരു ലൗകികമായിട്ട് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ ഒരു നഷ്ടമായിട്ട് ചിന്തിക്കുന്നത്. പക്ഷേ നമ്മൾ ഡീപ്പായിട്ട് ഒരു സോളിൻ്റെ ലെവലിലേക്ക് ചിന്തിച്ചാൽ നമുക്കിതൊന്നും ഒരു നഷ്ടമല്ല. ഇതെല്ലാം ഒരു പാഠങ്ങളാണ്, ഓരോ പാഠങ്ങളാണ് അല്ലേ? അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒന്നും വേസ്റ്റായി പോയിട്ടില്ല എന്ന്. ഒന്നും വേസ്റ്റായി പോയതുപോലെ നിങ്ങൾക്ക് തോന്നുകയുമില്ല. ഇവിടെ നിങ്ങളുടെ വിജയം മാത്രമല്ല നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. എത്ര ബുദ്ധിമുട്ടുകളും എത്ര വെല്ലുവിളികളും വന്നിട്ടും സ്വന്തം തീരുമാനങ്ങളെ ഒന്നും തന്നെ കൈവിടാതെ നിങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിന്നു എന്നുള്ള ആ ഒരു സംതൃപ്തി, സമാധാനം ഒക്കെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുപോലെ ഒരിക്കലും ലഭിക്കില്ല എന്ന് നിങ്ങൾ കരുതിയ നിങ്ങളുടെ ആ ഒരു ജീവിതം ഇന്ന് നിങ്ങളുടെ റിയാലിറ്റി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ്. ഡിവൈൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരിക്കൽ നിങ്ങളെ ഉറങ്ങാൻ പോലും അനുവദിക്കാത്ത ഒരുപാട് ദുഃഖങ്ങൾ, നിങ്ങളുടെ ഉറക്കം കെടുത്തിയ കാര്യങ്ങൾ, അവയുടെയൊക്കെയും തന്നെ പവർ നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എല്ലാം തന്നെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തിൽ വൈകാതെ ആകും. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പല രീതിയിലുള്ള അവസരങ്ങൾ ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണാം. അടഞ്ഞുകിടന്ന പല വാതിലുകളും ആരുടെയും തന്നെ സഹായം കൂടാതെ നിങ്ങൾക്കായിട്ട് തുറക്കുമെന്ന് ഇവിടെ എനിക്ക് ഉറപ്പ് ലഭിക്കുന്നുണ്ട്. അതുപോലെ ചില വ്യക്തികൾക്ക് ഭാവി എന്തായിരിക്കും എന്നുള്ളത് പോലും അറിയാതെ സ്റ്റക്കായി നിന്ന ഒരു സമയമുണ്ടായിരുന്നു. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന വ്യക്തികളുടെ എല്ലാം തന്നെ സമയം മാറിയിട്ട് ജീവിതം വളരെയധികം പുതുമയുള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്ത് തുടങ്ങുമെന്ന് കാണുന്നു. ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു എനർജിയാണ്. ഈ ഒരു എനർജി നിങ്ങൾ ക്ലെയിം ചെയ്യുക. ആ ഒരു രീതിയിൽ നിങ്ങളുടെ ജീവിതം മാറുമ്പോൾ നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ചില വ്യക്തികൾ, അതായത് നിങ്ങളുടെ മാനസികാരോഗ്യത്തിന്, പ്രത്യേകിച്ചും നിങ്ങളുടെ മനസ്സമാധാനത്തിന് ഒക്കെ മോശമായിട്ടുള്ള ചില വ്യക്തികൾ, അവരെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറി വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള, വളരെയധികം നിങ്ങൾക്ക് സമാധാനം നൽകുന്ന വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. നിങ്ങളെ ഉയർത്തുന്ന,
നിങ്ങളെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്ന ആ രീതിയിലുള്ള വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. അവർ നിങ്ങൾക്ക് സന്തോഷവും യഥാർത്ഥ സന്തോഷം എന്താണ് എന്ന് മനസ്സിലാക്കി തരും, യഥാർത്ഥ സ്നേഹം എന്താണ് എന്ന് മനസ്സിലാക്കി തരും. ഒരുപക്ഷെ പല വ്യക്തികൾക്കും സ്നേഹം എന്താണെന്ന് പോലും അറിയുന്നുണ്ടാവില്ല. ഇപ്പോൾ ലൈഫിൽ എന്താണ് യഥാർത്ഥ സ്നേഹം എന്നുള്ളത് പോലും അറിയാത്ത ചില വ്യക്തികളുണ്ട്. ആ വ്യക്തികൾക്കൊക്കെ സ്നേഹം, സന്തോഷം, സമാധാനം ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി തരാൻ കെൽപ്പുള്ള വ്യക്തികൾ നിങ്ങളുടെ ചുറ്റും വരും. കാരണം നിങ്ങളുടെ വൈബ്രേഷൻ, നിങ്ങളുടെ ഫ്രീക്വൻസി ഉയരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന വ്യക്തികളും അതുപോലുള്ളവരായിരിക്കും. അല്ലാതെ അൺഹെൽത്തി ആയിട്ടുള്ള വ്യക്തികളായിരിക്കില്ല. നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി, നിങ്ങൾ ഓരോ പാഠങ്ങൾ പഠിച്ച്, ഓരോ തിരിച്ചറിവുകൾ വന്ന് നിങ്ങൾ ഉയരുമ്പോൾ നിങ്ങളുടെ ഉയർച്ചയെ അല്ലെങ്കിൽ നിങ്ങളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള വ്യക്തികളായിരിക്കും പിന്നീട് നിങ്ങളുടെ ചുറ്റും ഉണ്ടാവുന്നത്. അല്ലാതെ നിങ്ങളെ താഴ്ത്തുന്ന വ്യക്തികളോ നിങ്ങളെ ഉപയോഗിക്കുന്ന വ്യക്തികളോ നിങ്ങളിൽ നിന്നും എന്തെങ്കിലും സാമ്പത്തിക നേട്ടമോ എന്തെങ്കിലും നേട്ടങ്ങൾ നോക്കി നിൽക്കുന്ന വ്യക്തികളോ ആയിരിക്കില്ല. അത് നാച്ചുറലി നടക്കുന്ന ഒരു കാര്യവുമാണ്. അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളുടെ ചുറ്റും വരും. ആ ഒരു സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ യാതൊരുവിധ കൺഫ്യൂഷനോ ഡൗട്ടോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ആ ഒരു രീതിയിലുള്ള സംശയങ്ങളോ ഡൗട്ടോ ഒക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള വ്യക്തികളും നിങ്ങളുടെ ചുറ്റും ഉണ്ടാകില്ല. കാരണം നിങ്ങളിൽ ഒരു ഷിഫ്റ്റ് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ സംഭവിക്കാനിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നെഗറ്റിവിറ്റിയോ ടോക്സിസിറ്റിയോ അങ്ങനെ ഒന്നും തന്നെ നിങ്ങളുടെ അടുത്തേ ഉണ്ടായിരിക്കുകയില്ല, അങ്ങനെയുള്ള വ്യക്തികളും ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങളിലാണ് ആദ്യം മാറ്റം വരുത്തേണ്ടത്. നിങ്ങളിൽ അത് വരുത്താനായിട്ട് നിങ്ങളിൽ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ആ ഒരു സ്റ്റേജ് കടന്നും പോയി കാണണം. പിന്നീട് നിങ്ങളുടെ ചുറ്റും ഉള്ളത് സമാധാനം മാത്രമായിരിക്കും. സമാധാനം എന്താണെന്ന് അറിയാത്ത അല്ലെങ്കിൽ സമാധാനത്തിനായിട്ട് ആഗ്രഹിച്ച ഒരുപാട് സമയങ്ങളുണ്ടായിരുന്നു. അന്ന് നിങ്ങളിൽ ആ ഒരു സമാധാനക്കേട് വീണ്ടും വീണ്ടും ഒരുപാട് നെഗറ്റിവിറ്റി ആയിരിക്കാം നിങ്ങളിൽ ഉണ്ടാക്കിയത്, നിങ്ങളുടെ ചുറ്റും ഉണ്ടാക്കിയത്. ഒരുപക്ഷെ കൂടെയുള്ള വ്യക്തികൾ തന്നെ ആയിരിക്കാം ഈ ഒരു സമാധാനക്കേടിന് കാരണമായത്. എന്തു തന്നെ ആയാലും നിങ്ങളുടെ പുതിയ സറൗണ്ടിങ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഫുൾ സമാധാനമായിരിക്കും. സമാധാനം മാത്രമായിരിക്കും നിങ്ങളുടെ ചുറ്റും പിന്നീടുള്ളത്. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.